ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ ഇന്ന് നല്ലൊരു അടിപൊളി എല്ലും കപ്പിയും വേവിച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. കുക്കറിനകത്തോട്ട് എല്ല് വാരി ഇടുക, സവോള ഇടുക, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കരിയാപ്പില. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി, കരിയാപ്പില എല്ലാം ഇട്ടിട്ട് വെക്കുക. ആ സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല എല്ലാം കൂടി ചെറുതായിട്ട് ചൂടാക്കണം. കരിക്കാനൊന്നും പാടില്ല. എന്നിട്ട് ഉപ്പും വാരിയിട്ട് ഈ മസാലയെല്ലാം കൂടി ഇതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് കയ്യോട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല പൊടികളൊന്നും കരിക്കരുത് കേട്ടോ. കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ മാറും, രസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലേശം വെള്ളം ഒഴിക്കാവൂ. വെള്ളം അധികമായി പോകാൻ പാടില്ല. ഒരു കണക്കിന് വെള്ളം ഒഴിക്കാവൂ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലിന് വെള്ളം ഇല്ലതാണ്. അത് ഒരു 6 വിസിൽ വരട്ടെ. ആ വിസിൽ വരുന്ന സമയത്ത് നമുക്ക് കപ്പ തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, വെള്ളം ഒഴിക്കുക, കണക്കിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കറിനകത്ത് പൊത്തി വെക്കുക, ഗ്യാസയിൽ വെക്കുക. ഒറ്റ വിസിലും കൊണ്ട് കപ്പയാവും. ആ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കരിയാപ്പിലയും തേങ്ങയും കൂടിയിട്ട് വറുത്തിട്ട് വെക്കണം. ആ സമയത്ത് ഇതാ നമ്മുടെ ഇറച്ചി വെന്തു, നന്നായിട്ട് വെന്തു. കണ്ടില്ലേ, നല്ല കൊഴുത്ത കറിയായിട്ട് വന്നിട്ട് കണ്ട, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കപ്പയിലോട്ട് ഈ ഇറച്ചിയെല്ലാം കൂടി വാരിയിട്ട് ഈ തേങ്ങയും കരിയാപ്പിലയും എല്ലാം കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കണം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കപ്പയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. കപ്പയൊക്കെ ഇങ്ങനെ വെറുങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് നല്ലോണം ഒട്ടയണം. എന്നിട്ട് ലേശം മല്ലിച്ചപ്പെല്ലാം ഇട്ട് വെക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.